JP ട്രാവലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മംഗളവനം പക്ഷി സങ്കേതത്തിലേക്കാണ്. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. 10 മണി തുടങ്ങി 5 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് കുറച്ച് ബേഡ്സിൻ്റെ ഒക്കെ ഫോട്ടോയാണ്. മംഗളവനം പക്ഷി സങ്കേതം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ്. ധാരാളം ദേശാടന പക്ഷികൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. ചിലന്തികളും വവ്വാലുകളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. (2004) സ്ഥാപിതമായ മംഗളവനം പക്ഷി സങ്കേതം സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ്. കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണിത്. പക്ഷി നിരീക്ഷണത്തിനായി 30 അടിയോളം ഉയരത്തിലുള്ള നിരീക്ഷണ കേന്ദ്രവുമുണ്ട് ഇവിടെ. മെയ്യിൽ നടത്തിയ സർവേയിൽ 32 ഇനങ്ങളിലായി 194 പക്ഷികളുണ്ടെന്ന് കണ്ടെത്തി. ഈ പ്രദേശത്ത് നിന്ന് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള പക്ഷികളുടെ എണ്ണം 72 ആണ്. അതുകൂടാതെ 17 ഇനം ചിത്രശലഭങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 51 വ്യത്യസ്ത ഇനം ചിലന്തികളുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള കണ്ടൽക്കാടുകളുടെ ഫോട്ടോസാണ് ഈ കാണുന്നത്. തട്ടേക്കാട് കഴിഞ്ഞാൽ ജില്ലയിലെ രണ്ടാമത്തെ പക്ഷി സങ്കേതം. ഇതുപോലെ നഗരമധ്യത്തിൽ കണ്ടൽ നിറഞ്ഞൊരു പക്ഷി സങ്കേതം സംസ്ഥാനത്ത് വേറെയില്ല. കൊച്ചിയുടെ ശ്വാസകോശം എന്നാണ് മംഗളവനത്തെ അറിയപ്പെടുന്നത്. ആയിരത്തി 1981 വരെ വനം വകുപ്പിൻ്റെ തടി ഡിപ്പോ ആയിരുന്ന ഇവിടം ഫെറികളിലൂടെ എത്തിച്ചിരുന്ന തടികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നു. ട്രെയിൻ വഴി എത്തുന്ന ചരക്കുകൾ ജലപാതയിലൂടെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു. വേമ്പനാട്ട് കായലിൻ്റെ ഒരു കൈവഴി ഈ പ്രദേശത്തിനുള്ളിലൂടെ കടന്നു പോകുന്നു എന്നതായിരുന്നു ഇതിന് അനുകൂല ഘടകം. പിന്നീട് കണ്ടലും മരങ്ങളും നിറഞ്ഞ സ്വാഭാവിക വനം കരുത്തോടെ പച്ച പിടിച്ചത് കായലിൽ നിന്നും വേലിയേറ്റത്തിൽ വേലിയിറക്കത്തിനനുസരിച്ച് ഉപ്പുവെള്ളം കയറിയിറങ്ങുന്ന ഭൂമിയായതിലാണ് അതിന് അനുയോജ്യമായ രീതിയിലുള്ള കണ്ടലുകൾ പുഷ്ടിയോടെ വളർന്നു പിടിച്ചത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്ര വൃക്ഷങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പോർച്ചുഗീസ് ഭാഷയിൽ കണ്ടലിന് മംഗൾ എന്നാണ് പറയുക. അതിൽ നിന്നാണ് കണ്ടൽ നിറഞ്ഞ ഈ പ്രദേശത്തിന് മംഗളവനം എന്ന് പേര് വന്നത്. കായലോരത്തെ ഈ നഗരവനം തുടക്കം മുതൽ ദേശാടന പക്ഷികളുടെ ഇഷ്ടകേന്ദ്രമായി. 2004 ഓഗസ്റ്റ് 31 ജില്ലയിൽ തട്ടേക്കാടിന് ശേഷമുള്ള രണ്ടാമത്തെ പക്ഷി സങ്കേതമായി മംഗളവനത്തെ പ്രഖ്യാപിച്ചത്. ആകെയുള്ള 6.77 ഏക്കർ ഭൂമിയിൽ 2 ഏക്കറോളമാണ് മരങ്ങൾ വളരുന്ന കരഭൂമി. ബാക്കി കണ്ടൽ നിറഞ്ഞ ചതുപ്പും കായലിൻ്റെ കൈവഴിയുമാണ്. 200 മീറ്ററോളം നീളുന്നതാണ് വനത്തിനുള്ളിലെ ജലാശയം. ചിലയിടങ്ങളിൽ ഇതിന് 50 മീറ്ററോളം വീതിയുണ്ട്.